നമസ്കാരം. ജെ.എം. ടോക്സിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ശശി തരൂർ കോൺഗ്രസ് വിടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒട്ടും സുഖകരമായ ഒരു ചർച്ചയല്ലിത്. കാരണം കോൺഗ്രസ് ഒരു വശത്ത് അതിൻ്റെ ബേസ് വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് പാർട്ടികളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നാൽ UDF-ലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ അടിസ്ഥാനം ശരിയായി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവ്, സമുന്നതനായ ദേശീയ നേതാവ്, കേരളത്തിലെ MP കോൺഗ്രസ് വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു, അത് CPM-ലേക്ക് പോകുന്നു എന്നുള്ള ചർച്ച വരുന്നത് തന്നെ മോശമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദുബായിൽ ചില വ്യവസായികൾ ഇടപെട്ട് ശശി തരൂരിനെ CPM-ലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നെന്നാണ് വാർത്ത. തരൂർ അത് നിഷേധിച്ചു. ഈ ചർച്ച നടന്നു എന്ന് പറയുന്ന സമയത്ത് താൻ വിമാനത്തിലായിരുന്നു എന്ന് വരെ അദ്ദേഹം പറയുന്നു. എന്തായാലും ശശി തരൂർ CPM-ലേക്ക് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം CPM-ലേക്ക് പോകുന്നത് വഴി അദ്ദേഹത്തിന് രാഷ്ട്രീയമായി കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. എങ്കിലും ഇത്തരം ചർച്ചകൾ വരുന്നത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യും. മാത്രമല്ല, തരൂരിനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് കൂടെ നിർത്തേണ്ട ഒരു സമയത്ത് തരൂർ പോയി കിട്ടിയാൽ നല്ലതെന്ന് കരുതുന്ന പലരും പാർട്ടിയിലുണ്ടാവാം. അവർ സ്വന്തം കഴിവിലും സ്വന്തം നേതൃത്വ പാഠകത്തിലുമൊക്കെ കോൺഫിഡൻസ് ഇല്ലാത്തവരാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ എറണാകുളത്ത് നടന്ന കോൺഗ്രസിൻ്റെ മഹാപഞ്ചായത്ത് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത മീറ്റിങ്ങിൽ തരൂരിനോട് കാണിച്ചത് അങ്ങേയറ്റത്തെ അവഗണനയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാണ്. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണോ അതോ ഹൈക്കമാൻഡാണോ അതിൻ്റെ പിന്നിലെന്നുള്ളതിനെക്കുറിച്ച് അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ശശി തരൂർ അവിടെ അവഗണിക്കപ്പെട്ടു. കാരണം അവിടെ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പൈലറ്റ് പ്രസംഗനാക്കി. രണ്ടാമത്, രാഹുൽ ഗാന്ധി അവിടുത്തെ പ്രമുഖ വ്യക്തികളെ KC വേണുഗോപാൽ മുതൽ MM ഹസൻ വരെയുള്ളവരെ അഭിസംബോധന ചെയ്തപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗവും തെരഞ്ഞെടുപ്പ് സമിതി അംഗവും ഒക്കെയായ തരൂരിൻ്റെ പേരും വിട്ടുപോയി. ഇത് രണ്ടും അദ്ദേഹത്തിന് എഴുതി കൊടുത്തതിലോ അദ്ദേഹത്തിന് വന്ന കശവാണെന്ന് പറഞ്ഞാൽ പോലും അവിടെ സ്റ്റേജിൽ നിന്ന തരൂരിനെ രാഹുൽ ഗാന്ധി അവഗണിച്ചു എന്നുള്ളത് അവിടുത്തെ വീഡിയോയിൽ വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ നേതാക്കളല്ല, യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ തരൂരുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് കൂടുതൽ പ്രകടമായി ആ മീറ്റിങ്ങിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ലായിരുന്നു. രാഹുൽ ഗാന്ധി പലതരത്തിലും നല്ലൊരു നേതാവാണ്, നല്ല നന്മയുള്ള വളരെ നല്ല വ്യക്തിത്വമുള്ള നേതാവാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതുകൊണ്ടാണോ അല്ലയോ എന്നറിയില്ല. ശശി തരൂര് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടത്തിയ പ്രസ്താവനകൾ പലതും ഹൈക്കമാൻഡിനെയും രാഹുൽ ഗാന്ധിയൊക്കെ വേദനിപ്പിക്കുന്നതായിരിക്കണം. കോൺഗ്രസ്സുകാരെയൊക്കെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളായിട്ട് അതിനെ കാണാം. കാരണം ശശി തരൂർ മോഡിയെ പ്രശംസിക്കുക, BJP-ക്ക് തന്നെ പ്രശംസ നൽകുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക, കോൺഗ്രസിനെ തന്നെ വിമർശിക്കുക, ഇതൊക്കെ കോൺഗ്രസ് നേതാവായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ ഒരാൾ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല. ഇതിനൊക്കെ തരൂരിൻ്റെതായ ന്യായങ്ങളും ഉണ്ടാക്കാം. കാരണം ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിലും താൻ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക. കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നാൽ പിന്നെ മറ്റൊന്നും മറ്റെല്ലാ പാർട്ടികളെയും ഭരണപക്ഷത്തെയും എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല എന്നൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് സ്വീകാര്യമായ ഒരു സംഗതിയല്ല. ഇവിടുത്തെ പ്രശ്നം അതല്ല. തരൂരിനെ സംബന്ധിച്ച് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും കഴിഞ്ഞ നാളുകളിൽ ഏകദേശം 2 ആഴ്ച മുമ്പ് വയനാട്ടിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിൽ തരൂർ എത്ര താല്പര്യപൂർവ്വമാണ് ആ 2 ദിവസം അവിടെ കുത്തിയിരുന്ന് പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തതെന്നുള്ളത് തരൂർ കോൺഗ്രസിൽ വീണ്ടും സജീവമാകാനും കൂടുതൽ ശക്തമായി വർക്ക് ചെയ്യാനും സന്നദ്ധനാണ് എന്നുള്ള ഒരു മെസ്സേജാണ് തന്നത്. മാത്രമല്ല, തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനൊക്കെ ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് അത്ര ആഗ്രഹങ്ങളൊന്നുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം കേരളത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതും വേണ്ട എന്ന മട്ടിലാണ് തീരുമാനമെങ്കിൽ അത് UDF-ന് എന്ത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. തീർച്ചയായും തരൂർ കോൺഗ്രസ് വിട്ട് പോകുന്നതാണ് തങ്ങൾക്ക് നല്ലതെന്ന് കരുതുന്ന കുറേ പേര് കോൺഗ്രസ്സിലുണ്ടാവാം. പക്ഷേ തരൂർ പോകുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് കോൺഗ്രസിൽ ഭരണം കിട്ടിയിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനോ അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾ കിട്ടാനൊന്നും ആഗ്രഹമുള്ള വ്യക്തിയൊന്നുമല്ല ഞാൻ. എനിക്ക് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തുറന്നു പറയാനും മടിയൊന്നുമില്ല. ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ, ശശി തരൂർ നമുക്കറിയാം കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന്
മത്സരിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ്. അതിൽ തരൂരിൻ്റെ ഇമേജും ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രവർത്തനവുമുണ്ട്. അപ്പോൾ ആ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അവരിന്നും ശശി തരൂരിനെ സ്നേഹിക്കുന്നുണ്ട്. തരൂർ അവരെയും സ്നേഹിക്കുന്നുണ്ട്. തിരുവനന്തപുരം പോലെ ഒരു ജില്ല ഇപ്പോഴും ഒരു 1-2 സീറ്റ് പോലും കോൺഗ്രസിന് നേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജില്ല. BJP അങ്ങേയറ്റത്തെ കടന്നാക്രമണം നടത്തിയിരിക്കുന്ന, അങ്ങേയറ്റത്തെ വോട്ട് ബേസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ജില്ലയിൽ തരൂരിനെ പോലെ ഒരാൾ അങ്ങ് പൊക്കോട്ടെ എന്ന് കരുതുമ്പോൾ അതെന്താണ് കോൺഗ്രസ് UDF ഉണ്ടാക്കുന്ന റിസൾട്ട് എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉൾപ്പെടെ ചിന്തിക്കേണ്ടതാണ്. അടുത്ത ദിവസം 1-2 ദിവസത്തിനുള്ളിൽ തരൂർ രാഹുൽ ഗാന്ധിയുമായിട്ട് കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ വളരെ നിർണായകമായിരിക്കും ആ ചർച്ച. ഈ ഘട്ടത്തിലാണ് KC വേണുഗോപാലിനെ പോലെയുള്ളവർ ഇടപെട്ട് രാഹുൽ ഗാന്ധിയോട് തരൂരിനെ കൂടെ നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയേണ്ടതും കൂടെ നിർത്തേണ്ടതും. കാരണം രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുക്കളും മിത്രങ്ങളുമില്ല. എതിർ പാർട്ടിയിൽ നിൽക്കുന്നവരെ പോലും ദീർഘകാലം തങ്ങളുടെ നേതാക്കൾക്കെതിരായിട്ട് സംസാരിച്ചവരെ പോലും പാർട്ടി കൂടെ നിർത്തുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചവരെ പാർട്ടിക്കുള്ളിൽ നിർത്തുന്നുണ്ട്. അപ്പോൾ തരൂരിനോട് മാത്രം വേറൊരു സമീപനം എടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത്രമാത്രം എന്ത് വലിയ ഗുരുതരമായ വീഴ്ചയാണ് തരൂരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പറയണം. ശശി തരൂരിനെ പോലെ ഒരു നേതാവ് കേരളത്തിലെ ആളുകൾ മുഴുവൻ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും, കോൺഗ്രസിനകത്തൊരു വിഭാഗം ആൾക്കാർ തരൂരിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ സാധാരണ ജനം, കേരളത്തിലെ യുവജന വിഭാഗം ഇപ്പോഴും തരൂരിൻ്റെ കൂടെയാണ്, തരൂരിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തരൂരിനെ മാറ്റി നിർത്തിയാൽ, അല്ലെ തരൂരങ്ങ് പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള സമീപനത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് പോകുന്നതെങ്കിൽ അത് അത്ര സുഖകരമായിരിക്കില്ല എന്ന് അറിയുന്നവർ എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം VD സതീശനും രമേശും ഒക്കെ തരൂരിനെ കൊണ്ടു നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. രമേശ് കഴിഞ്ഞ ദിവസം അത് പരസ്യമായിട്ട് പറയുക തന്നെ ചെയ്തു. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലൊരു ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കൂടി അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഹൈക്കമാൻഡിനെയും ബോധ്യപ്പെടുത്തി തരൂരിനെ കൂടെ നിർത്തുകയാണ് നല്ലത് എന്ന് തോന്നുന്നു.